കുടുംബങ്ങളിൽ നിന്നും പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ ചിലപ്പോഴെങ്കിലും പല കുടുംബങ്ങളുടെയും താളം തെറ്റിച്ച് കളയാറുണ്ട്. ചിലപ്പോഴെല്ലാം ആ കുടുംബങ്ങളെ തന്നെ ആ മരണങ്ങൾ തകർത്ത് കളയാറുണ്ട്. പ്രത്യേകിച്ചും കുടുംബത്തിലെ ഏക ആശ്രയമായ വ്യക്തിയാണ് മരണപ്പെടുന്നതെങ്കിൽ ഇത്തരം സന്ദർഭങ്ങളിൽ അങ്ങനെയുള്ള കുടുംബങ്ങൾക്ക് ഒരു വലിയ കൈത്താങ്ങാകുകയാണ് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന എന്ന പദ്ധതി. പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന എന്ന പദ്ധതിയെ കുറിച്ച് പറയും മുമ്പ് നിങ്ങളോട് ഒരു കാര്യം പറയാം. നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഒരുപക്ഷെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വരില്ല. പക്ഷേ ഇതിൽ ചിലത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം. അങ്ങനെ വരുന്ന ആ ചില വീഡിയോകൾ നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിൽ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് പ്രസ് ചെയ്തേക്കുക. ഒപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് ഡിസ്ലൈക്ക് ചെയ്യാനും നിങ്ങൾ മടി കാണിക്കരുത്. ഇഷ്ടപ്പെടുന്ന വീഡിയോകൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. 2015 ഫെബ്രുവരിയിൽ തന്റെ ബജറ്റ് പ്രസംഗത്തിനിടയിൽ അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന ബഹുമാനപ്പെട്ട അരുൺ ജെയ്റ്റ്ലി അവതരിപ്പിച്ച ഒരു സവിശേഷ പദ്ധതിയാണ് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന. 2015 ഫെബ്രുവരിയിൽ അവതരിപ്പിച്ച ഈ പദ്ധതി അതിന്റെ സവിശേഷതകൾ കൊണ്ട് മാത്രം എത്രയും പെട്ടെന്ന് തന്നെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുകയായിരുന്നു. 2015 മെയ് മാസം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊൽക്കത്തയിൽ ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. പെട്ടെന്നുണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾ മൂലമോ വാഹനാപകടങ്ങൾ മൂലമോ അതുമല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന രോഗങ്ങൾ മൂലമോ ഇന്ന് വ്യക്തികൾ മരണമടയുക എന്നത് സർവ്വസാധാരണമായിരിക്കുകയാണ്. അങ്ങനെ മരണമടയുന്നത് കുടുംബത്തിലെ ഏക ആശ്രയമായ വ്യക്തിയാണെങ്കിലും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇത്തരം കുടുംബങ്ങൾക്ക് വലിയ ഒരു ആശ്വാസമായി മാറുകയാണ് LICയുമായി സഹകരിച്ച് ഭാരത സർക്കാർ ഒരുക്കിയിരിക്കുന്ന പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന എന്ന പദ്ധതി. ഇത്തരം കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപയുടെ സാമ്പത്തിക സഹായം ലഭ്യമാക്കുന്ന ഒരു വലിയ പദ്ധതിയാണ് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന. ഇനി ഈ പദ്ധതി ആർക്കൊക്കെ അംഗമാകാമെന്നും അതിനു വേണ്ട രേഖകൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. ഒരു വ്യക്തിയുടെ സാമ്പത്തികമോ വിദ്യാഭ്യാസമോ ഒന്നും തന്നെ ഈ പദ്ധതിയിൽ അംഗമാകുന്നതിന് മാനദണ്ഡമല്ല. APL കാർഡെന്നോ BPL കാർഡെന്നോ വ്യത്യാസമില്ലാതെ 18 വയസ്സ് മുതൽ 50 വയസ്സ് വരെ പ്രായമുള്ള, സ്വന്തമായി ബാങ്ക് അക്കൗണ്ടുള്ള, ആധാർ കാർഡ് ഉള്ള ആർക്കും ഏതൊരു ഇന്ത്യൻ പൗരനും ഈ പദ്ധതിയിൽ അംഗമാകാം. ഈ പദ്ധതിയിൽ അംഗമായി തന്റെ മരണം മൂലം തന്റെ കുടുംബത്തിന് 2 ലക്ഷം രൂപയുടെ സാമ്പത്തിക സഹായം ലഭിക്കുന്നതിന് വെറും 436 രൂപ മാത്രമാണ് പ്രതിവർഷം ഒരു വ്യക്തി നൽകേണ്ടതുള്ളൂ. എല്ലാ വർഷവും ജൂൺ 1 മുതൽ അടുത്ത വർഷം മെയ് 31 വരെ വരുന്ന ഈ ഒരു വർഷമാണ് പദ്ധതിയുടെ കാലയളവ്. ഒരിക്കൽ പദ്ധതിയിൽ അംഗമായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ഈ പദ്ധതിക്ക് ആവശ്യമായ 436 രൂപ എല്ലാ വർഷവും പിൻവലിക്കുകയും ഈ പദ്ധതി പുതുക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പദ്ധതി പുതുക്കാൻ മറന്നു എന്ന കാരണത്താൽ നമ്മൾക്ക് ഒരിക്കലും ഇതിന്റെ ആനുകൂല്യം നഷ്ടമാകുന്നില്ല. നമ്മുടെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് വഴിയോ LIC വഴിയോ അല്ലെങ്കിൽ നമുക്ക് അക്കൗണ്ടുള്ള ബാങ്ക് വഴിയോ നമുക്ക് ഈ പദ്ധതിയിൽ അംഗമാകാൻ കഴിയും. കൂടുതൽ വിവരങ്ങൾക്കും ഈ പദ്ധതിയിൽ അംഗമാകുന്നതിനും മേൽപ്പറഞ്ഞ സ്ഥാപനങ്ങളുമായി എത്രയും വേഗം നിങ്ങൾ ബന്ധപ്പെടുക. നമ്മുടെ വേർപാട് ഒരിക്കലും നമ്മുടെ കുടുംബത്തിന് സാമ്പത്തികമായ ഒരു വേദനയായി മാറാതിരിക്കട്ടെ.